വന്ദേ ഗുരുപരമ്പര. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹരിനാമ കീർത്തനത്തിന്റെ 8ാമത്തെ ശ്ലോകമാണ് നമുക്കിനി നോക്കാനുള്ളത്. 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അനന്യഭക്തി, നിരന്തര സ്മരണ ഇവയാണ് തത്വബോധം കൈവരുത്തുന്നത് എന്നാണ്. ഇനി ഇത് സഗുണമായിട്ടായാലും നിർഗുണമായിട്ടായാലും നിരന്തര സ്മരണ, ഈശ്വര സ്മരണ, ഭഗവത് സ്മരണ ചിത്തത്തിൽ ഉറച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് 8ാമത്തെ ശ്ലോകത്തിൽ. 8ാമത്തെ ശ്ലോകം നോക്കാം. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനപി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമഃ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനൻ എന്നാണ്. അതായത് പൂമാതാവായ ലക്ഷ്മിയുടെ പ്രിയതമനും പണ്ടേ ഉള്ളവനും ഭക്തജനങ്ങളിൽ അതിയായ വാത്സല്യമുള്ളവനുമായ ഭഗവാൻ ആദിയും അന്തവും ഇല്ലാത്തവനാണെങ്കിലും സ്വരൂപത്തിന് ഒരിക്കലും മാറ്റമില്ലാതെ വിളങ്ങുന്ന അങ്ങ് ചിത്തത്തിൽ, ഹൃദയത്തിൽ സ്ഥിരമായൊരു കളിപ്പന്തലിട്ട് താമസമാക്കി എൻ്റെ മനസ്സിൽ സദാ കളിയാടിയിടുക. അല്ലെ, ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി എന്നാണ്. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പരമമായ സത്യം കാലദേശാതീതമാണ്. തുടക്കവും ഒടുക്കവും നിർവചിക്കുക അസാധ്യമാണ്. അഖണ്ഡബോധസ്വരൂപമായ സത്യത്തിൽ കർമ്മചലനങ്ങളാണ് കാലത്തിന്റെ തോന്നൽ ഉളവാക്കുന്നത്. പദാർത്ഥങ്ങളുടെ ആവിർഭാവമാണ് ദേശത്തിന്റെ തോന്നലിനു കാരണം. അപ്പോൾ കാലദേശങ്ങളുടെ കാരണവസ്തുവാണ് അഖണ്ഡബോധ സ്വരൂപമായ സത്യം. അതാണ് നാരായണീയത്തിന്റെ തുടക്കത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരി പറയുന്നത് കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന്. ഇതുതന്നെയാണ് ഈ ശ്ലോകത്തിൽ അനന്താദിഹീനനബി എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ വെളിവാക്കിയിരിക്കുന്നത്. അക്കാരണത്താലാണ് പുരാണപുരുഷൻ, ജഗദീശ്വരൻ എന്നീ വിശേഷങ്ങളും ചേർത്തിരിക്കുന്നത്. ഈ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാന് മുൻപ് പ്രപഞ്ചത്തിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ശേഷമുണ്ടായതെല്ലാം ഈ ഭഗവാനെ ആശ്രയിച്ചാണ് എന്നും കാണാം. ഇങ്ങനെയുള്ള ഭഗവാനെ സമീപിക്കാൻ മനുഷ്യബുദ്ധിക്ക് 2 മാർഗങ്ങളാണ് വേദാന്തം പറയുന്നത്. ഒന്ന് സഗുണമാർഗം, മറ്റൊന്ന് നിർഗുണമാർഗം. അതായത് രൂപത്തിലും രൂപരഹിതവുമായുള്ള ആരാധന. ഈ 2 രീതി അവലംബിച്ചാലും ഭഗവാൻ നത്താരിൽ മാനിനി മണാളനാണ്. അതായത് പൂമാതാവായ ലക്ഷ്മീ ദേവിയുടെ പ്രിയതമനാണ് സാക്ഷാൽ മഹാവിഷ്ണു എന്ന് കാണാം. സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ് ലക്ഷ്മി ദേവി. സർവവ്യാപിയായ പരമാത്മാവിന്റെ പ്രതീകമാണ് ശംഖചക്രാബ്ജധരനും പീതാംബരധാരിയുമായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു. ബോധസ്വരൂപമായ സൂക്ഷ്മ സത്യം വിചാരം ചെയ്ത് അറിയാൻ കഴിയാത്തവർക്ക് തുടക്കത്തിൽ ചതുർബാഹുവായി കടകകുണ്ടല കിരീടങ്ങളോടുകൂടി ശോഭിക്കുന്ന ചെത്തി, മന്ദാരം, തുളസി, പിച്ചകമാലകൾ ചാർത്തി വിരാജിക്കുന്ന ലക്ഷ്മീ മണാളനെ ധ്യാനിച്ച്, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ചിത്തം ഏകാഗ്രപ്പെടുത്തുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നത്താരിൽ മാനിനി മണാളൻ എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിത്തം, മനസ്സ് ഏകാഗ്രപ്പെടുന്നതോടെ ഭഗവത് രൂപം കൂടുതൽ തെളിഞ്ഞു കിട്ടുകയും അലൗകികമായ ആനന്ദവും ശാന്തിയും കൂടി വരികയും ചെയ്യും. അത് ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും. അതുകൊണ്ടാണ് ഭഗവാനെ ഭക്തവത്സലൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയിടുകൻ മനസ്സി എന്നാണ്. ഭഗവാൻ നാശമില്ലാത്തവനാണ്. അതാണ് അച്യുതൻ, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ എന്ന വാക്കിന്റെ അർത്ഥം, അച്യുതൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു കേടും പറ്റാതെ ഉള്ളിൽ സദാ കുടികൊള്ളുന്ന ഭഗവാനെ ആർക്കു വേണമെങ്കിലും കാണാം. എങ്ങനെ? അങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെന്ന് മാത്രം. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ട് അറിഞ്ഞ് ആനന്ദിക്കുക
സാധിക്കുക എന്നതാവണം. അത് ചിത്തത്തിൻ്റെ പണിയാണ്, നമ്മുടെ മനസ്സിൻ്റെ പണിയാണ്. ഇവിടെ മനസ്സിൽ ഒരു കളിപ്പന്തലിട്ട് ഭഗവാനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് എന്ന ചിന്ത വിട്ടുപോകരുത് എന്നാണ്. ഭഗവാന്റെ ഇരിപ്പിടമായി ചിത്തം മാറണമെങ്കിൽ, തൻ്റെ മനസ്സ് മാറണമെങ്കിൽ ചിത്തശുദ്ധീകരണം നടക്കണം. പൂർണ്ണമായി ചിത്തത്തിലടിഞ്ഞുകൂടിയ, മനസ്സിലടിഞ്ഞുകൂടിയ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സരാദി ശത്രുക്കളെ സംഹരിക്കേണ്ടതുണ്ട്. അത് എങ്ങനെ എന്ന് വരും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഭഗവാൻ ഉള്ളിലിരിക്കുന്നുണ്ടെന്നും ഭഗവത് സ്മരണ ഒരിക്കലും വിട്ടുപോകരുതെന്നും ചിത്തം, അതായത് നമ്മുടെ മനസ്സ് സദാ സ്മരിക്കുന്നുവെങ്കിൽ, ഭഗവാനെ സദാ ഓർമ്മിച്ചുകൊണ്ട് ലൗകിക ജീവിതത്തെ ഉപലാളിക്കാൻ മനസ്സിന് കഴിവുണ്ടാവണമെന്നാണ് വിളയാടിയിടുകൻ മനസ്സി എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വ്യവഹാരിക ലോകത്ത് 4 അതിർത്തികൾക്കുള്ളിൽ ചുരുങ്ങി തിന്നും കുടിച്ചും രമിച്ചും മതിക്കുന്ന മനസ്സിനെ ഒരു നിമിഷം ശാന്തമാക്കൂ. ഈ സൗന്ദര്യവത്തായ പ്രകൃതിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? എൻ്റെ ജന്മ കർമ്മ ഉദ്ദേശം എന്താണ്? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ ഇനി ഇതിനു ശേഷം എങ്ങോട്ട് യാത്രയാകുന്നു എന്ന് സ്വയം ആലോചിക്കുക, മനനം ചെയ്യുക എന്നാണ് വേദാന്തം നമ്മോട് പറയുന്നത്. ഇവിടെ പുരാണ പാരായണത്തിൽ മാത്രം ശ്രദ്ധയൂന്നാതെ അവ തത്വവിചാരം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് ഹരിനാമ കീർത്തനം നമ്മോട് പറയുന്നത്. ഭഗവത്ഗീതയും വേദവും വേദാന്തവും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അതിലെ സാധനാ പദ്ധതികൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ജനതയെയാണ് അവ അഭിസംബോധന ചെയ്യുന്നത്. അതുതന്നെയാണ് ഹരിനാമ കീർത്തനവും നമ്മോട് പറയുന്നത്. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനപി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. ഈ കലികാലത്തിൻ്റെ കൽമഷമകലാൻ നമ്മുടെ ചിത്തത്തിൽ, മനസ്സിൽ ഭഗവാൻ ഒരു കളിപ്പന്തലിട്ട് കൊടുക്കുക, അവിടെ ഭഗവാനെ കുടിയിരുത്തുക. അങ്ങനെ ഭഗവാന്റെ വരവിന് സദാ ഒരുങ്ങുന്നതിന് വേണ്ടി മനസ്സിലെ കന്മഷങ്ങളെല്ലാം മാറ്റിവെക്കുക. അതുമാത്രമാണ് കലികാല കൽമഷമകലാനുള്ള ഒരേയൊരു സിദ്ധൌഷധം എന്നാണ് ഹരിനാമ കീർത്തനവും വേദവും വേദാന്തവും നമ്മോട് പറയുന്നത്.